നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പിയിൽ തമ്മിലടി പോരാട്ടം രൂക്ഷമാവുകയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ വി മുരളീധരനും കെ സുരേന്ദ്രനും കേന്ദ്ര ബി.ജെ.പി നേതൃത്വത്തെ സമീപിച്ചതോടെയാണ് കോൺഗ്രസിലെ പോലെ തന്നെ ബി.ജെ.പിയിലും വെടിപൊട്ടിയത്, അടിപൊട്ടിയത്. കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന ഭാരവാഹികളുടെ യോഗത്തിലേക്ക് മുൻ പ്രസിഡന്റുമാരായ വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും രാജീവ് ചന്ദ്രശേഖർ ക്ഷണിച്ചില്ല. എന്നാൽ മുൻ പ്രസിഡന്റായ കുമ്മനം രാജശേഖരനെ ക്ഷണിക്കുകയും ചെയ്തു. തങ്ങളെ ക്ഷണിക്കാതെ എന്തിനാണ് കുമ്മനം രാജശേഖരനെ ക്ഷണിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പിയിൽ ഗ്രൂപ്പിസം വളർത്തുകയാണെന്നും വിഭാഗീയത വളർത്തുകയാണെന്നുമാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും കേന്ദ്ര ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചത്. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായ ശേഷം ബി.ജെ.പി നേതാക്കളെ അദ്ദേഹം ഒരു കാര്യത്തിലും അടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം സംഘങ്ങൾ, അദ്ദേഹത്തിന്റെ ചില വിങ്ങുകൾ, അവരാണ് കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്നും ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളെ ആരെയും ഒരു കാര്യവും അറിയിക്കുന്നില്ല എന്നും മുരളീധരനും സുരേന്ദ്രനും അവരുടെ അനുയായികളും കേന്ദ്ര ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഒരു ഏകാധിപതിയെ പോലെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പിയിൽ പെരുമാറുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ വെച്ച് പാർട്ടി നടത്തിക്കൊണ്ടുപോകുന്നു. പാർട്ടിയിൽ പരസ്പര ചർച്ചയോ മറ്റു സമന്വയങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഇവർ നൽകിയിരിക്കുന്ന പരാതി. തങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തുന്നതായും മുൻ അധ്യക്ഷന്മാർ എന്നുള്ള യാതൊരു പരിഗണനയും ഒരു കാര്യത്തിലും തങ്ങൾക്ക് നൽകുന്നുമില്ല എന്നാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ബി.ജെ.പി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ബി.ജെ.പി നേതൃത്വം ഈ പരാതി ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നാണ് സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഒക്കെ അനുയായികൾ പറയുന്നത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹത്തിന് ബി.ജെ.പി നേതൃത്വം, കേന്ദ്ര ബി.ജെ.പി നേതൃത്വം ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുകയാണ്. കേരളത്തിൽ പാർട്ടിക്ക് അനുയോജ്യമായ എന്ത് തീരുമാനം കൈക്കൊള്ളാനും രാജീവ് ചന്ദ്രശേഖറിന് പൂർണ്ണമായ അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടില്ല എന്നൊരു ക്ലീൻ പേപ്പറിൽ രാജീവ് ചന്ദ്രശേഖറിന് എഴുതി കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹവും അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ഷോൺ ജോർജിനെ പോലെയുള്ള പുതുതായി ബി.ജെ.പിയിലേക്ക് വന്ന ജനറൽ സെക്രട്ടറിമാരെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നതെന്നും പഴയ ഭാരവാഹികളെയും പഴയ സംസ്ഥാന പ്രസിഡന്റുമാരെയും ജില്ലാധ്യക്ഷന്മാരെയും ഒന്നും ഒരു കാര്യത്തിലും അടുപ്പിക്കുകയോ അവരിൽ നിന്ന് ഉപദേശം തേടുകയോ ചെയ്യുന്നില്ലെന്നും RSS നേതൃത്വം ഇക്കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് എന്തെങ്കിലും ഒന്ന് നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്നും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ ബി.ജെ.പി സംവിധാനത്തെ നശിപ്പിക്കുമെന്നുമാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. പണ്ട് വി മുരളീധരനും കെ സുരേന്ദ്രനും ഒരേ മനസ്സായി പ്രവർത്തിച്ച ആൾക്കാരാണ്. രണ്ട് ശരീരമാണെങ്കിലും ഒരേ മനസ്സായിരുന്നു ഇവർക്ക്. പിന്നീട് വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ തെറ്റി. കാരണം കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വി മുരളീധരനും കൂട്ടുചേർന്നു എന്നുള്ള ഒരു വിമർശനം അക്കാലത്ത് ഉയർന്നതോടെ ഇവർ രണ്ടും തമ്മിൽ തെറ്റി. ഇവർ രണ്ടു വഴിക്കായിരുന്നു അടുത്ത കാലത്ത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കുകയാണ്. ഇവർ രണ്ടുപേർക്കും കേരളത്തിലെ ബി.ജെ.പിയിൽ വലിയ അനുയായി വൃന്ദമുണ്ട്. വി മുരളീധരൻ ബി.ജെ.പിയുടെ സമർത്ഥനായ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കെ സുരേന്ദ്രനും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ 14 ജില്ലകളിലും ഇവർക്ക് കൃത്യമായിട്ട് ആളുകളുമായി ബന്ധമുണ്ട്. പല നേതാക്കളും ഇവരുടെ ശിങ്കടികളുമാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും പറയുന്നത്. ഏതായാലും ബി.ജെ.പിയിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു ഭാഗത്തും സുരേന്ദ്ര മുരളീധരന്മാർ മറുഭാഗത്തുമായി ഒരു പോരാട്ടം രൂപപ്പെട്ടു കഴിഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പോരാട്ടം അതിശക്തമാകുമെന്നും ബി.ജെ.പി അങ്ങനത്തെ തരത്തിലും ഇടപെട്ടൊരു സമാധാന ചർച്ച അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ബി.ജെ.പിക്ക് വരുന്ന നിയമസഭയിലും വട്ടപ്പൂജ്യമായി തുടരേണ്ടി വരുമെന്നാണ് ബി.ജെ.പി വൃത്തങ്ങൾ പലരും പറയുന്നത്.